അപ്പോൾ നമ്മൾ റിവർപോഡ് സീരീസിലെ സെക്കൻഡ് വീഡിയോ ആണിത്. ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ റിവർപോഡിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, എന്താണ് റിവർപോഡ്, എന്തൊക്കെയാണ് ഇതിന്റെ യൂസ്, അതുപോലെ നമ്മൾ പ്രൊവൈഡർ, ബേസിക് പ്രൊവൈഡർ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കി. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ട് നമ്മളിപ്പോൾ നെക്സ്റ്റ് നമുക്ക് വരുന്നത് സ്റ്റേറ്റ് പ്രൊവൈഡർ ആണ്. പ്രൊവൈഡർ നോക്കി ഈ സ്റ്റേറ്റ് പ്രൊവൈഡർ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോണത്. ഞാനിത് പാർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്, കാരണം ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്ത ഫസ്റ്റ് വീഡിയോ തന്നെ കുറെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ കരുതി പാർട്ടായിട്ട് ചെയ്യുന്നതാവും ബെറ്റർ എന്നുള്ളത്. കാരണം ഒറ്റ വീഡിയോ ആകുമ്പോൾ കാണുമ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാവണ്ട. പാർട്ടായിട്ട് ആ ഒരു ഇഷ്യൂ ഇല്ലല്ലോ. സോ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. സോ നമുക്കിന്ന് സ്റ്റേറ്റ് പ്രൊവൈഡർ നോക്കാം. അതിന് മുമ്പ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ വീഡിയോ ഓവർ ലെങ്ത് കൂടിയപ്പോൾ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു ഹലോ വേൾഡ് ആപ്പ് ബിൽഡ് ചെയ്തിട്ടാണ് ഞാൻ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക. സോ അപ്പൊ അതിൽ ചിലർക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും. കാരണം നമ്മളൊരു സ്ട്രിംഗ് വാല്യൂ, ഇവിടെ ഒരു ഹലോ വേൾഡ് എന്നുള്ള ഒരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഒരു സ്ട്രിംഗ് വാല്യൂ ആണ്. നമുക്ക് ആക്ച്വലി എന്ത് വാല്യൂ റിട്ടേൺ ചെയ്യാം കേട്ടോ. ഇന്റിജർ ആയിക്കോട്ടെ, ബൂളിയൻ ആയിക്കോട്ടെ, എന്തും റിട്ടേൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ ഇന്റിജർ എന്നാണ് വന്നിട്ടുണ്ട്. അത് ഡോട്ട് ടു സ്ട്രിംഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് റീലോഡ് ചെയ്യണം, കാരണം ടൈപ്പ് കംപ്ലീറ്റ്ലി മാറിയില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഇതും കൊടുക്കാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇന്ന ഒരു വാല്യൂ സ്ട്രിങ് തന്നെ ആവണം എന്നൊന്നുമില്ല. നമുക്ക് പ്രൊവൈഡറിൽ എന്ത് വാല്യൂ, ഏതൊരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ കണ്ട 5 എന്ന് കണ്ടില്ല. അതുപോലെ നമുക്ക് ഏതൊരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്യാം. അത് ഇന്ന ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പ് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ സ്പെസിഫൈ ചെയ്യാൻ തന്നെ ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഇത് നമ്മളെ ചിലപ്പോൾ ഇന്റിജർ ആണ് ഇവിടെ റിട്ടേൺ ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്റിജറിനോടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇതുപോലെ നമ്മളെ റിട്ടേൺ ടൈപ്പ് സ്പെസിഫൈ ചെയ്യല്. ഓക്കെ, സോ അതാണ് ഞാനത് പറയാൻ വിട്ടതായിരുന്നു ഫസ്റ്റ് വീഡിയോയിൽ. അപ്പോൾ എന്താ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട, അത് നിങ്ങൾ കാര്യമാക്കി എടുക്കേണ്ട. എന്തൊന്നും എന്ത് ചെയ്യാം, ഞാനത് പറഞ്ഞിരുന്നു. നമ്മൾ ഫയർ ബേസിന്റെ റെഫറൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പാസ് ചെയ്യാന്നുള്ളത്. അതിനർത്ഥം എന്താണ്, സ്ട്രിംഗ് വാല്യൂ മാത്രമല്ല പാസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റേറ്റ് പ്രൊവൈഡർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്, സ്റ്റേറ്റ് പ്രൊവൈഡർ. സോ അതിനു മുമ്പ് നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം മലയാളത്തിൽ ഇങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കാൻ അധികം പേരൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് റിവർപോഡ് പോലത്തെ കണ്ടന്റ്സ് ഒന്നും അധികം പേര് ഉണ്ടാക്കില്ല. അപ്പം നമുക്ക് ഇങ്ങനത്തെ യൂണിക് ആയിട്ടുള്ള കണ്ടന്റ് നമുക്ക് പെട്ടെന്ന് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തിയാൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാനും മറക്കണ്ട. ഓക്കെ, ആൻഡ് നൗ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് പ്രൊവൈഡർ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം. ഓക്കെ, സ്റ്റേറ്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നേരത്തെ നമ്മളെ പ്രൊവൈഡർ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, യു ഐയിൽ മാറ്റങ്ങൾ അങ്ങനെ ഒന്നും വരുത്താൻ പറ്റൂല. ഓക്കെ, ബട്ട് സ്റ്റേറ്റ് പ്രൊവൈഡറിലോട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, യു ഐയിൽ അപ്ഡേറ്റ്സ് വരുത്താൻ പറ്റും. നമുക്കൊരു കോൺസ്റ്റന്റ് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന്റെ പകരം നമുക്ക് യു ഐയിൽ എന്ത് ചെയ്യാം, സ്റ്റേറ്റ് പ്രൊവൈഡർ യൂസ് ചെയ്തിട്ട് ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ് പ്രൊവൈഡർ ഈസ് എ പ്രൊവൈഡർ ദാറ്റ് എക്സ്പോസസ് എ വേ ടു മോഡിഫൈ ഇറ്റ് സ്റ്റേറ്റ്. ഓക്കെ, ഇറ്റ്സ് എ സിംപ്ലിഫിക്കേഷൻ ഓഫ് നോട്ടിഫയർ പ്രൊവൈഡർ. നമ്മുടെ നോട്ടിഫയർ പ്രൊവൈഡറിന്റെ ഒരു സിംപ്ലിഫൈഡ് വെർഷൻ ആണ് സ്റ്റേറ്റ് പ്രൊവൈഡർ. ആൻഡ് യാ, ഇതിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ വേരിയബിൾസ് ആണ്. അതായത് ചെറിയ ചെറിയ ചേഞ്ചസ് ഉണ്ടല്ലോ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുന്നത്, അതുപോലെ നമ്മളെ ഏതാണ് നമ്മളെ ബേസിക് നമ്മളെ ഇതുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലട്ടർ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൗണ്ടർ ആപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ അത്ര സിമ്പിൾ അല്ല, എന്നാലും കുറച്ചുകൂടി നമ്മൾ കോംപ്ലക്സ് ലോജിക്കുകളൊന്നും ഇല്ലാത്ത യു ഐ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ല. അവിടെ മാത്രമേ നമ്മൾ സ്റ്റേറ്റ് പ്രൊവൈഡർ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, യു ഷുഡ് നോട്ട് യൂസ് സ്റ്റേറ്റ് പ്രൊവൈഡർ ഇഫ് വാലിഡേഷൻ ലോജിക് ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് കോംപ്ലക്സ് ആണ്, അതുപോലെ അഡ്വാൻസ്ഡ് ഇതാണെന്നുണ്ടെങ്കിൽ, സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ സ്റ്റേറ്റ് പ്രൊവൈഡർ യൂസ് ചെയ്യരുത്. കാരണം നമുക്കത് അത്ര അത് സജസ്റ്റഡ് അല്ല. ഓക്കെ, നമുക്ക് സിമ്പിൾ സിനേറിയോസിൽ മാത്രം നമുക്കത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആക്ച്വലി ഇതിൽ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കൊരു ഫിൽറ്ററിങ്ങിന്റെ ഡ്രോപ്പ് ഡൗൺ ഫിൽറ്ററിൽ അതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. ബട്ട് ഇത് കുറച്ച് വലുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാക്സിമം വീഡിയോ ചെറുതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മളെ കൗണ്ടർ ആപ്പ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേറ്റ് പ്രൊവൈഡർ വെച്ചിട്ട് ബിൽഡ് ചെയ്ത് നോക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതിൽ തന്നെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ നമ്പർ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വിൻഡോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തട്ടെ, നമുക്ക് റിയൽ ടൈം ആയിട്ട് കാണാൻ പറ്റും. എപ്പോഴും ഇങ്ങനെ ഇമുലേറ്റർ മേലോട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, സോ ഹിയർ നമുക്ക് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം.
floating action button and just ഒരു icon കൊടുക്കുക, add icon, child icon, icons dot add. So നമ്മളെ floating action button create ആയിട്ടുണ്ട്. നമുക്കൊന്ന് സേവ് ചെയ്താൽ റിസൾട്ട് കാണാൻ പറ്റും. ഓക്കെ, അത് മതി, നമുക്ക് അത്ര സിമ്പിൾ മതി. കാരണം നമ്മൾ യുഐന്റെ ഒരു കോഴ്സ് അല്ലല്ലോ ചെയ്യുന്നത്, നമ്മൾ റിവർ കോഡ് സ്റ്റേറ്റ് മാനേജ്മെന്റ് അല്ലേ ചെയ്യുന്നത്. ഓക്കെ, നൗ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ സ്റ്റേറ്റ് നോട്ടിഫയർ, അതായത് സ്റ്റേറ്റ് പ്രൊവൈഡർ എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. സോ ഒരു സിമ്പിൾ സ്റ്റേറ്റ് പ്രൊവൈഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ സെയിം ആണ്, നമ്മളിപ്പോൾ എങ്ങനെയാണോ ഈ ഒരു സിമ്പിൾ പ്രൊവൈഡർ ഉണ്ടാക്കിയത്, ഹലോ വേൾഡ് പ്രൊവൈഡർ എങ്ങനെ ഉണ്ടാക്കിയത്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇതും വരുന്നത്, സ്റ്റേറ്റ് നോട്ടിഫയറും. നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ നമുക്ക് ആദ്യം അത് ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ നെയിം എന്തെങ്കിലും കൊടുക്കാം. നമ്മൾ കൗണ്ടർ സ്റ്റേറ്റ് നോട്ടിഫയർ എന്ന് കൊടുക്കാം, കൗണ്ടർ സ്റ്റേറ്റ് notifier and it will be equal to state notifier, sorry, state provider അല്ലേ, state provider and ഇത് നമ്മൾ ഒരു റിട്ടേൺ ടൈപ്പ് കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം, ഈ ഒരു റിട്ടേൺ ടൈപ്പ് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് നമ്മളെ കേസിൽ നമ്മളൊരു കൗണ്ടർ ആപ്പ് ആണ് ബിൽഡ് ചെയ്യണത്, അപ്പോൾ അതിന്റെ റിട്ടേൺ ടൈപ്പ് എപ്പോഴും ഇൻറ്റിജർ ആവും. നമുക്ക് ഇതിന്റെ റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ, നമുക്ക് എന്ത് ഇതിൻ്റെ അകത്തൊരു സിമ്പിൾ ഒരു ഇൻറ്റ് കൗണ്ട് ഈക്വൽസ് 0, നമുക്ക് എന്ത് ചെയ്യാം, കൗണ്ട് റിട്ടേൺ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്യാം, നമുക്കൊരു കൗണ്ട് ക്രിയേറ്റ് ചെയ്ത കൗണ്ട് നമ്മൾ റിട്ടേൺ ചെയ്തു. ഇപ്പോൾ ഡയറക്റ്റ് 0 റിട്ടേൺ ചെയ്താലും, സോറി, കൗണ്ടാണ് റിട്ടേൺ ചെയ്യേണ്ടത്, 0 അല്ല. ഡയറക്റ്റ് 0 റിട്ടേൺ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ബട്ട് നമുക്ക് ഒന്നുകൂടി കോഡ് റീഡബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് അതെങ്ങനെ നമ്മളെ UI യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ബട്ടൺ ക്ലിക്കിൽ നമ്മൾ ഈ കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം, അപ്ഡേറ്റ് എങ്ങനെ ചെയ്യിപ്പിക്കാന്നുള്ളത് നോക്കാം. സോ പിന്നെ അതുപോലെ നമുക്ക് ഇപ്പോൾ പറയില്ല, ഇതിപ്പോൾ നമ്മൾ മെയിൻ ഡോട്ട് ആർട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഇത് എഴുതുന്നത്, സ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ലോജിക്ക് എഴുതുന്നത്, അതായത് നമ്മൾ പ്രൊവൈഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം, സെപ്പറേറ്റ് ഫയൽ ഉണ്ടാക്കി അതിലും ക്രിയേറ്റ് ചെയ്യാം, ജസ്റ്റ് ഈ ഒറ്റ കോഡ് മാത്രം അതിലോട്ട് മാറ്റിയാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ നമ്മുടെ ഇത് നമ്മൾ കൺസ്യൂമർ വിഡ്ജറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എപ്പോഴാണ് കൺസ്യൂമർ വിഡ്ജറ്റ്, അതായത് നമ്മളെ കംപ്ലീറ്റ്ലി കൺസ്യൂമർ ബിൽഡർ അല്ലെങ്കിൽ കൺസ്യൂമർ വിഡ്ജറ്റ് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനൊരു എക്സാമ്പിളിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം പിന്നെയും. ഓക്കെ, സോ നൗ നമുക്ക് എങ്ങനെ ഇത് യൂസ് ചെയ്യുന്നുള്ളത് നോക്കാം. ഇപ്പം തൽക്കാലം നമുക്ക് ഈ ഒരു പ്രൊവൈഡർ, നമ്മുടെ നോർമൽ പ്രൊവൈഡർ നമുക്ക് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം, നമുക്കത് വേണ്ട, കൺഫ്യൂസ്ഡ് ആവണ്ട. ഓക്കെ, അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് നമുക്ക് ഈ ഒരു പ്രൊവൈഡറുടെ വാല്യൂ യൂസ് ചെയ്യണം. സോ നമുക്കത് ക്രിയേറ്റ് ചെയ്യാം. സോ സിമിലർ ആണ്, ഫൈനൽ കൗണ്ടർ പ്രൊവൈഡർ ഈക്വൽ ടു ref dot watch. കണ്ടോ, ഈ ഒരു കേസിൽ നമ്മൾ റീഡിന് പകരം വാച്ചാണ് യൂസ് ചെയ്തത്, കാരണം നമുക്ക് എന്താണ് UI അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ റീഡ് യൂസ് ചെയ്താൽ UI അപ്ഡേറ്റ് ആവില്ല, അതുകൊണ്ടാണ് ഞാൻ വാച്ച് യൂസ് ചെയ്തത്. എന്നിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു കൗണ്ടർ സ്റ്റേറ്റ് നോട്ടിഫയർ എന്ത് ചെയ്യണം, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക, കൗണ്ടർ സ്റ്റേറ്റ് നോട്ടിഫയർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ കൗണ്ടർ പ്രൊവൈഡർ എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്താൽ മതി, കൗണ്ടർ പ്രൊവൈഡർ ഇൻറ്റിജർ ആൻഡ് ടൈപ്പ്, അപ്പോൾ എന്ത് ചെയ്യാം, സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാം ടു സ്ട്രിങ്. ഓക്കെ, ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ടു 0 എന്ന് വന്നു. ഓക്കെ, 0 ആയി, നമ്മളെ ഇനീഷ്യൽ വാല്യൂ ആയിട്ടുള്ള 0 ആയിട്ടുണ്ട്. ബട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അപ്ഡേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും ആവില്ല, കാരണം നമ്മൾ അതിനുള്ള ലോജിക് അവിടെ എഴുതിയിട്ടില്ല. സോ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, സിമ്പിൾ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ വാച്ച് യൂസ് ചെയ്തു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ഇതിന്റെ സ്റ്റേറ്റ് വരുന്നത് എന്താണ്, ഒരു ഇൻറ്റിജർ വാല്യൂ ആണ്. ഓക്കെ, അത് എന്ത് ചെയ്യണം, നമ്മൾ അതിലോട്ട് പ്ലസ് ആഡ് ചെയ്യണം, അതായത് നമ്മൾ +1, അതായത് കറന്റ് വാല്യൂ +1 ചെയ്യണം. സോ അത് നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ സിമിലർ മെത്തേഡ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് വാച്ച് വി ക്യാൻ യൂസ് റീഡ്, ref dot read, പ്രൊവൈഡറിന്റെ നെയിം കൗണ്ടർ സ്റ്റേറ്റ് പ്രൊവൈഡർ ഡോട്ട്, സോറി, ഇവിടെ നോട്ടിഫയർ ഡോട്ട് സ്റ്റേറ്റ് ++. ഓക്കെ, നമ്മളിവിടെ നോട്ടിഫയർ യൂസ് ചെയ്യാൻ കാരണം നമ്മളിപ്പോൾ ഇതുപോലെ ഡയറക്റ്റ് അങ്ങോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ, നോട്ടിഫയർ യൂസ് ചെയ്ത് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് റിട്ടേൺ ടൈപ്പ് കിട്ടല്
ഇതിന്റെ ഈ വാല്യൂ ആണ് 0 എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് അതിന്റെ കറന്റ് വാല്യൂ അതാണ് കിട്ടുന്നത്. അപ്പോൾ ഈ നോട്ടിഫയറിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്റ്റേറ്റിലോട്ട് നമുക്ക് ആക്സസ് കിട്ടുള്ളൂ. സ്റ്റേറ്റ് നമുക്ക് അതിന്റെ ആ ഒരു സ്റ്റേറ്റ് എന്ന് പറയാം, നമുക്ക് ആ വാല്യൂ ഉണ്ടല്ലോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ. ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ UI അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. UI എന്താണ്, UI മാറ്റം വന്നിട്ടുണ്ട്, വാല്യൂ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ UI നോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനെ നമ്മൾ ഇതുപോലെ നോട്ടിഫയറിന് പാസ് ചെയ്തിട്ട് ശേഷം ഇവിടെ സ്റ്റേറ്റ്, എന്നാലും നമുക്ക് സ്റ്റേറ്റ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ് പ്ലസ് പ്ലസ്, അതായത് നമ്മളെ കേസിൽ ഇതൊരു ഇൻറ്റിജർ വാല്യൂ ആണ്, നമ്മുടെ ഇൻറ്റിജർ വാല്യൂ ആണ് നമ്മളെ ഇവിടെ പാസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സ്റ്റേറ്റ് നമ്മൾ പ്ലസ് പ്ലസ് അതിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഡാറ്റ ആഡ് ചെയ്യാണ്. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ നമ്മൾ നോർമൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാവും, ഇൻക്രിമെന്റ് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വാല്യൂ ആഡ് ചെയ്യാണ്. നമ്മൾ കറന്റ് വാല്യൂലോട്ട് നമ്മൾ ഇത് പ്ലസ് പ്ലസ് ചെയ്യും, അതായത് ആ കറന്റ് വാല്യൂ +1 ചെയ്യും. അതുപോലെ അതിന്റെ ഒരു ഡിഫറെന്റ്, നമ്മൾ റിവർ പൂളിലായിട്ട് വരുമ്പോൾ ഒരു ഡിഫറെന്റ് സിനേറിയോ ആണ് ഇത്. ഓക്കെ, സോ അത് ഫസ്റ്റ് ടൈം കാണുന്നവർക്ക് ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, എങ്ങനെയായാലും നമ്മളെ ബ്ലോക്ക് ഒന്നും യൂസ് ചെയ്യാൻ അത്ര കോംപ്ലക്സിറ്റി ഒന്നും ഇല്ല. സോ ഇത്രയുള്ള കേസ്. ഇനിയാണ് ഇത് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടങ്ങൾ UI അപ്ഡേറ്റ് ആവണ കണ്ടോ, അടിപൊളിയല്ല. ഇതിപ്പോ ഞാനിവിടെ റീഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ഇവിടെ വാച്ചാണ്. ഞാനിപ്പോ ഇവിടെ വാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇഷ്യൂ ഒന്നുമില്ല, സംഭവം വർക്കാവും. കണ്ടില്ലേ, ബട്ട് നമുക്ക് എന്താണ്, നമുക്ക് അവിടെ വാച്ചിന്റെ ആവശ്യമില്ല, റീഡ് മതി. ബട്ട് ഞാൻ ഇവിടെ റീഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ റീഡാണ് യൂസ് ചെയ്തത്, ഞാൻ സേവ് ചെയ്തു. ഇനി അത് ക്ലിക്ക് ചെയ്താൽ കണ്ടാ ഒന്നും സംഭവിക്കണില്ല. എന്താണ്, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ റീഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ തവണ നമുക്ക് ആക്സസ് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ നമുക്ക് ഇത് ഓരോ ബട്ടൺ ക്ലിക്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ മതി. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഈ ഒരു വാല്യൂട്ട് ലിസൺ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നുണ്ടെങ്കിൽ വാച്ച് ചെയ്താലേ അത് UI എന്താവുള്ളൂ, ചേഞ്ച് ആവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം, ഇൻസ്റ്റെഡ് ഓഫ് റീഡ് ഇവിടെ വാച്ച് വേണം. അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് അങ്ങോട്ട് ക്ലിയർ ആകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സംഭവം അത്ര കോംപ്ലക്സ് ഒന്നുമല്ല. നമുക്ക് ഒറ്റ തവണ ഒരു ഫംഗ്ഷൻ കോൾ, നമ്മൾ എക്സാമ്പിൾസ് പറയുന്നത് ഫംഗ്ഷൻ കോൾ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ റീഡ് യൂസ് ചെയ്യല്. ഒറ്റ തവണ നമുക്ക് ആ വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ നമ്മൾ വിളിക്കുമ്പോഴാണ് റീഡ് യൂസ് ചെയ്യല്. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ഒരു UI ചേഞ്ച് നമുക്ക് ലിസൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വാച്ച് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി, ഇഷ്യൂ ഒന്നുമില്ല, അടിപൊളിയാണ്. ഓക്കെ, ഇപ്പൊ ഞങ്ങൾക്ക് ഒരു ചലഞ്ച് ഞാൻ തരാം. ഇപ്പൊ നമ്മൾ ചലഞ്ച് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കൗണ്ടർ ആപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് കണ്ടു, നമ്മളെ സ്റ്റേറ്റ് നോട്ടിഫയർ വെച്ചിട്ട്. ഈ സ്റ്റേറ്റ് നോട്ടിഫയർ വെച്ചിട്ടേനെ ഇതിലിപ്പോ ഈ കറന്റ് കോഡ് ഉണ്ടല്ലോ, ഇതിപ്പോ ഞാനിപ്പോ ഇത് കോഡ് ഞാൻ പ്രൊവൈഡ് ചെയ്യണില്ല, കാരണം വളരെ ചെറിയ കോഡാണ്. ഇത് പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. ഒരു ബട്ടൺ കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഒരു റീസെറ്റ് ബട്ടൺ, അതായത് ഇപ്പോൾ കൗണ്ടർ റീസെറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഈ നമ്പർ തിരിച്ച് 0 ആകണം. അതാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്ന ചലഞ്ച്. ഇതിന്റെ സൊല്യൂഷൻ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഞാൻ കാണിക്കും. എന്താ അത് ചെയ്യാൻ നോക്കുക, ഭയങ്കര സിമ്പിൾ ആണ്. ChatGPT ഒന്നും യൂസ് ചെയ്യരുത്, ഒറ്റയ്ക്കാൻ ചെയ്യാൻ നോക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെന്റേഷൻസ് വായിച്ചു നോക്കുക. നമ്മൾ ലോജിക്ക് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ എന്തായാലും സ്റ്റേറ്റ് ഡയറക്റ്റ്ലി ഇവിടുന്ന് അപ്ഡേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇതുപോലെ ഹിന്റ് തരാം. ഇതുപോലെ എന്ത് ചെയ്യണം, നമ്മളിപ്പോ സ്റ്റേറ്റിലോട്ട് +1 ആഡ് ചെയ്ത പോലെ എങ്ങനെ അത് സ്റ്റേറ്റ് 0 ആക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്ര കോംപ്ലക്സ് ഒന്നുമില്ല, സെയിം സംഭവത്താണ്, സെയിം സിന്റാക്സും കാര്യങ്ങളൊക്കെയാണ്, ഒന്നും വ്യത്യാസമില്ല, പുതിയതായിട്ട് ഒന്നും ചെയ്യാനില്ല. ബേസിക് ഫ്ലട്ടർ ആയിരുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റും. എന്ത് ചെയ്യുക, അത് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ചാനൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫ്യൂച്ചർ പ്രൊവൈഡർ ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് കോൾസ്, അതായത് ഒരു ആപ്പ്, നമുക്ക് ഒരു എക്സാമ്പിൾ ആപ്പ് എടുത്തിട്ട് ഒരു ആപ്പ് കോൾ ചെയ്തിട്ട് ഒരു സിമ്പിൾ ആപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ സ്റ്റേറ്റ് നോട്ടിഫയറിൻ്റെത്. നമുക്ക് കോംപ്ലക്സ്, ഇതുപോലെ സിമ്പിൾ എക്സാമ്പിൾസ് ആണ് ഞാൻ കാണിക്കുന്നത്. നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇതിലൊക്കെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ആപ്പാണ്. കോംപ്ലക്സ് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്. ബട്ട് ഞാൻ ചെയ്യാതിരിക്കാൻ കാരണം വീഡിയോ ഓവർ ലെങ്തി ആയി പോകും. ഇതൊക്കെ എപ്പോൾ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇതിൻ്റെ ഒരു ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. സോ ദാറ്റ്സ് ഇറ്റ് ഗായ്സ്, ബൈ.